ആരും തന്നെ സ്കിപ്പ് ചെയ്ത് പോലെ ഒരു അടിപൊളി ഗീവ് അവേൻ്റെ കാര്യം പറയാനുണ്ട്. ഈ ഒരു ഗീവ് അവേ നമ്മൾ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ആ ഒരു വീഡിയോയ്ക്ക് കാര്യമായിട്ടുള്ള വ്യൂസോ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടും സ്റ്റക്കായിട്ട് നിൽക്കുന്നത് കൊണ്ടും കൂടുതൽ പേരിലേക്ക് ആ ഒരു വീഡിയോ എത്താത്തത് കൊണ്ടും ആർക്കും ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഇനി ഇടുന്ന ഓരോ വീഡിയോസിലും ഞാൻ ഈ ഒരു ഗീവ് അവേൻ്റെ കാര്യം എടുത്തെടുത്ത് പറയാനായിട്ട് പോകുന്നത്. കാരണം ആർക്കെങ്കിലും ഈ ഒരു ഗീവ് അവേയിൽ പങ്കെടുക്കണമെന്ന് താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ ആ ഒരു വീഡിയോയ്ക്ക് വേണമല്ലോ. കാരണം നമ്മളൊരു ഹോസ്പിറ്റൽ ഇഷ്യൂ കാരണം എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നതാണ്. പക്ഷേ പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ നമ്മളെ വീഡിയോ കാണുന്നവരുണ്ടാവുമല്ലോ, അപ്പോൾ അവരും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇടാത്തത് കൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള വ്യൂസ് ഒന്നും ഇല്ലായിരുന്നു തുടക്കത്തിൽ ഞാൻ ഇട്ടിരുന്ന വീഡിയോസിനൊന്നും. അത് കഴിഞ്ഞ് കുറച്ച് നമ്മൾ വീഡിയോസ് ഇട്ടാണ് പിന്നെ കൂടുതലായിട്ടും വ്യൂസൊക്കെ കയറാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കൊരു ഗീവ് അവേ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് വീഡിയോയിലാണ് കമൻറ്റ് ഇടേണ്ടതെന്നൊക്കെ ഉള്ളത് ഞാൻ ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് എന്തായാലും താഴെ കൊടുത്തേക്കാം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ പോസ്റ്റായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും ഞാൻ അവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയിൽ നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് കമൻറ്റ് ഇടാൻ പറ്റുന്നോ അത്രത്തോളം നിങ്ങൾ കമൻറ്റ് ഇട്ടോളൂ. അപ്പോൾ നമ്മളെന്തായാലും 10K സബ്സ്ക്രൈബർ ആവുന്ന സമയത്ത് നിങ്ങളൊന്ന് ആഞ്ഞു പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 10K സബ്സ്ക്രൈബറൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ എത്തിക്കാം കേട്ടോ. അപ്പോൾ ടോപ്പ് കമൻറ്ററെ നമ്മൾ ലൈവായിട്ട് തന്നെ കാണിച്ചു തരുന്നതായിരിക്കും. ഗീവ് അവേൻ്റെ കാര്യം പറഞ്ഞ് നമ്മളൊന്ന് ഉണ്ടാക്കിയിരിക്കുന്ന സംഭവം എന്താണെന്ന് പറയാൻ മറന്നുപോയി. സോയിൽ ക്ലേ വെച്ചിട്ട് നമ്മളൊരു ചെറിയൊരു മീനാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മീൻകുട്ടിക്ക് എന്ത് പേരിടുന്നുള്ളത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിലൂടെ പറയുക കേട്ടോ. പിന്നെ നമ്മളിത് ഉണ്ടാക്കിയ സമയത്ത് ഉണങ്ങാനായിട്ട് അധികം വെച്ചില്ലായിരുന്നു. കാരണം എനിക്കൊരു ക്ഷമയില്ലായിരുന്നു. ആ ക്ഷമ കിടുന്നതിന് മുൻപ് ഇത് കളറടിച്ച് നിങ്ങളെ കാണിക്കാനുള്ളൊരു ആക്രാന്തം കൊണ്ടാണ് ഇപ്പോൾ അധികമായിട്ട് ഉണങ്ങാതെ നമ്മളത് കളറൊക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ട് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നൊക്കെ കമൻറ്റ് സെക്ഷനിലൂടെ പറയുക. പിന്നെ നമ്മുടെ ചാനൽ കുട്ടി ചാനലാണ്, അതൊന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യില്ലേ എല്ലാവരും.